എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഇൻഡെക്സ് അനാലിസിസ്. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ഏൺ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട്. ഓക്കെ, സോ ഇനി ഫസ്റ്റ് ഒന്നുകൂടി വേഗം നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിലേക്ക് വരാം. ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ ഡിസ്കസേഷൻ നമ്മുടെ 2 or 3 വീക്സ് മുന്നേ ഡിസ്കസ് ചെയ്തായിരുന്നു. 1, 2, 3 or ABC. ഓക്കെ, ABC ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. ബട്ട് ഫോർ ABC സ്ട്രക്ചർ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അറിയില്ലായിരിക്കും. സോ എന്തായാലും ഇൻ ഷോർട്ട് 1, 2, 3 പറയാൻ നോക്കും. സോ ABC സ്ട്രക്ചർ ഓൺ 1, 2, 3 ഇങ്ങനെ ഫ്രം ഹിയർ. ഓക്കെ, ഇവിടുന്ന് 1, 2, 3 ഓർ ABCയുടെ തിയോറി വേറെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതുവരെ നമ്മുടെ ലേണിംഗ് വീഡിയോസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒത്തിരി തിരക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റിയില്ല. ബട്ട് യെസ്, ഷുവർ ഞാൻ പെട്ടെന്ന് എത്ര എനിക്ക് നേരത്തെ അത് ഇടാൻ പറ്റും ഞാൻ ഇടാം. ബട്ട് ആക്ച്വലി എക്സ്പ്ലനേഷൻ വേണം. ഞാൻ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലേണിംഗ് വീഡിയോസ്. ഞാൻ എക്സ്പ്ലനേഷനാണ് കൂടുതൽ തരും. ബെറ്ററായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ബെറ്റർ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, സോ ABC നമുക്ക് ചുമ്മാ പറയാൻ പറ്റില്ല. ബട്ട് ഡിഫറൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൽ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. 1, 2, 3 ആയിട്ടാണ് അതിൻ്റെ A ഓർ 1. നമ്മുടെ 1, 2, 3ൽ 1ൽ 5 മൂവ് ഉണ്ടാവും. കൺഫ്യൂസ് ആവേണ്ട, ഞാൻ വീഡിയോ എന്തായാലും തരാം, നോ വരി. ഓക്കെ, സോ ഇപ്പോൾ എന്തായാലും ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ABC, ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി അങ്ങനെയാണ് നമ്മൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ടാർഗറ്റ്സ് ഫ്രം ബോട്ടം ടു എയുടെ ടോപ്പ് ആൻഡ് ബിയുടെ ബോട്ടം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് വന്നേക്ക് 127.20%. ഇന്നലെ ഞാൻ ഈ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒത്തിരി നാളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഐ തിങ്ക് 1 or 2 വീക്സായി. 2 വീക്സിന് മുന്നേ ഐ തിങ്ക് ആണ് നമ്മൾ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് ABC സ്ട്രക്ചറാണ്. ആൻഡ് പ്രൈസ് 24,000 ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24,000 വരും. 24,200 ആണ് ഇപ്പോൾ പ്രൈസ് കിടക്കുന്നത്. കാരണം അവിടെ 127.20% ആണ്. ആ സീയുടെ നേച്ചറാണ്. അങ്ങനെ സിയുടെ ടാർഗറ്റ് അങ്ങനെ തന്നെയാണ്. അത് ഏത് ടൈം ഫ്രെയിമിലായാലും. ഓക്കെ, അതാണ് ഞാൻ 24,000 അന്ന് കാണിച്ചായിരുന്നല്ലോ. ഓൾഡ് വീഡിയോ നോക്കണം. ജസ്റ്റ് ഒരു 2 വീക്സ് ബാക്കത്തെ വീഡിയോ ഡെയിലി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ നമ്മുടെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് അത്ര വലിയ അത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അത്ര വലിയ പ്ലേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മീൻസ് ഫ്രം ഹിയർ എത്ര പോയിൻറ്റ്സിൻ്റെ അറൗണ്ട് നമ്മളിത് നോക്കുക. ഓൾമോസ്റ്റ് 1,500 പോയിൻറ്റ്സിൻ്റെ റേലി ഇവിടെ വരെ ആയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഈസിലി ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല ആർക്കായാലും. അത് കാരണം പേടിച്ചു പോകും നമ്മൾ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു, ഇവിടെ റീട്രേസ്മെൻറ്റ് ദെൻ അപ്പാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഇത് ഒറ്റയടിക്ക് അങ്ങനെ കയറിപ്പോയി. ഓക്കെ, സിയുടെ നേച്ചർ അങ്ങനെയാണ്. സി സ്പീഡിൽ പോവുകയുള്ളൂ. ബട്ട് ഈ പ്രാവശ്യം പോയത് വിതൗട്ട് റീട്രേസ്മെൻ്റ് ആണ്. അതാണ് എനിക്കൊരു പേടി. ഞാൻ കോഷൻ 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ വിതൗട്ട് റീട്രേസ്മെൻറ്റ് പോയി എന്ന് അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, വേഗം ക്യാൻഡൽസ് ഇതിൻ്റെ പാറ്റേൺ അങ്ങനെ പോകാം. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ലൈൻ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് കണ്ടോ, ഈ ലൈൻ ചാർട്ടിൽ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും എന്താണ്, ഏത് സ്ട്രക്ചറാണ് മാർക്കറ്റ് പോയത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൽ ഇത് ഫുൾ 1, 2 ആൻഡ് ഫുൾ 3 ആണ്. മനസ്സിലായോ? സോ ABC ഓർ ഈ സിയുടെ അകത്തും ABC ആണ്. അത് ഈസിലി എനിക്കും പറയാൻ പറ്റില്ല. ഞാൻ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുക, അതും കുഴപ്പമൊന്നുമില്ല. ബട്ട് യെസ്, സ്ട്രക്ചർ എന്തായാലും ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. സോ ഇതാണ് എപ്പോഴും എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ സപ്പോർട്ട് ലൈൻ അങ്ങനെ പെർഫെക്റ്റ്ലി സപ്പോർട്ട് ലൈനിൻ്റെ വർക്കിംഗ് ആണ്. സോ ഞാൻ ഇന്നലെയും പറഞ്ഞു, 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇന്നലെയാണ്, സോറി. സോ ഈ ഒരു ബ്ലാക്ക് ലൈൻ, ഈ സപ്പോർട്ട് ലൈൻ ബ്ലാക്ക് പറഞ്ഞു, ഇതിൻ്റെ ബിലോ മാത്രമേ ഇനി പ്രൈസ് ബിയറിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, നമുക്ക് വേഗം നമ്മൾ നോർമൽ ക്യാൻഡിൽസിലേക്ക് പോകാം. സോ അത് ശ്രദ്ധിക്കാനുള്ളതാണ് ഇനി. ഓക്കെ, സോ ഇൻ കേസ് നാളെ ഓർ മറ്റന്നാളെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈസ് ഇവിടെ കിട്ടുവാണെങ്കിൽ, സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നോക്കണമെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണമെന്നില്ല. അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫർദർ ഫോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്, ഇനി ഈ ഒരു ഹൈ 24,192. ഓക്കെ, ഇതിൻ്റെ അഭാവമാണ് ഇനി ഞാൻ ബുള്ളിഷ് ആവുള്ളൂ. ഫർദർ ഓഫ് സൈഡ് സഡൻ ഒരു റെസിസ്റ്റൻസ് വരും 24,225, 24,230 കൂട്ടി 5-10 ബഫറിങ്ങിൽ വെച്ചേക്കാം. സോ ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇത് റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ സർ, ഇൻറ്റർഡേ പർപ്പസ് ആണ്, സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഞാൻ പറഞ്ഞത്. ഇത് റെസിസ്റ്റൻസ് സോൺ ഇന്ന് മോർണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 24,000 and 24,030 ഈ രണ്ട്. സോ പ്രൈസ് അവിടെ ഒന്ന് കൺസൾട്ടേഷൻ എടുത്ത് വീണ്ടും
കണ്ടോ വീണ്ടും പ്രൈസ് അങ്ങനെ മുകളിലേക്ക് പോയി. ബിയറിഷ്നെസ് ഇതുവരെ ചാർട്ടിൽ എവിടെയും ഇല്ല. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലില്ല, 1 അവർ ടൈം ഫ്രെയിമിൽ ഒന്നിനേ ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കി എടുക്കണം. സോ ഫസ്റ്റ് ഡിപ്പ് വരികയാണെങ്കിൽ മോസ്റ്റ്ലി ചാൻസസിന് വീണ്ടും അത് ബൈ ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ എവിടുന്ന് സപ്പോർട്ട് എടുക്കണം നമ്മൾ നോക്കണം. ജെന്വൻലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സപ്പോർട്ട് ലൈൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബൗൺസ് നമുക്ക് ട്രൈ ചെയ്യാം, പ്ലേ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, കാരണം ഈ സമയത്ത് SL ചെറുതായിരിക്കും. ഓക്കെ, ഇവിടെ ക്യാൻഡിൽ നമ്മൾ നോക്കാം, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കണമെങ്കിൽ ഇവിടെ ഗ്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ആവുന്നുണ്ട് അത് നോക്കി നമുക്ക് ഫർദർ പ്ലേ ചെയ്യാം. ഓക്കെ, പറയാൻ എന്താ ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് ഡബിൾ ടോപ്പാണ്, റെസിസ്റ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2 and 3 or ABC സ്ട്രക്ചറാണ് ഇത് കാണുന്നത്. ഇത് വീണ്ടും ഞാൻ ഇങ്ങനെ ആണ് ഇത് ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ കാണുന്നത്. നമ്മുടെ ബിഗർ ടൈം ഫ്രെയിം പോവുക, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് റെസിസ്റ്റൻസ് ആണ്, ഡബിൾ ടോപ്പായി റെസിസ്റ്റൻസ് ആയി, പ്രൈസ് ഫർദർ ഫോൾ തുടങ്ങി വീണ്ടും കൗണ്ട് ചെയ്യുക. ഇവിടുന്ന് 1, 2, 3 കൗണ്ട് ചെയ്തോ ഓർ ABC കൗണ്ട് ചെയ്യും. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഫർദർ എന്താണ് നെക്സ്റ്റ് മൂവ് എന്താ വരുന്നത്. സോ ABCന്ന് എങ്ങനെയാണ് ഞാൻ ഇത് 0 to ഇത് A ആണ്, ബിയുടെ ബൗൺസ് വന്നു ആൻഡ് C ആണ് ഓൺ ഗോയിങ്. C ഇവിടുന്ന് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. C or 3 തേർഡ് വേവ് അതിൻ്റെ അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടാർഗറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് ഫ്രം ഹിയർ ടു ലേണിംഗ് വീഡിയോസിൽ നോക്കണം, അപ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് കണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. 100%, 81.20%, 100%, 127% ആൻഡ് മാക്സ് ടു എക്സ് 160.80%. ഇത്ര വരെ മാത്രമേ ഈ ഒരു C വേവ് പോകാറുള്ളൂ. C വേവിൻ്റെ റൂളിലാണ് അതങ്ങനെ. അത് ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ബിഗർ 1 അവർ ചാർട്ടിൽ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. 127% ഡിസ്കസ് ചെയ്തോളൂ. ഓക്കെ, 127 ഇന്നിപ്പോൾ പ്രൈസ് ബിഗർ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ്. ഓക്കെ, അതൊക്കെ റൂൾസാണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ മീൻസ് ആവറേജ് ടാർഗറ്റാണ്, മിനിമം ടാർഗറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫോർ ദ ടൈം അപ്കമിങ് ടൈമിൽ. ABC സ്ട്രക്ചർ റീഡ് ചെയ്യാറുള്ളൂ ഓർ ABC സ്ട്രക്ചറിൻ്റെ ടാർഗറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാറുള്ളൂ. നമ്മൾ അങ്ങനെയാണ് നോക്കാറുള്ളൂ. റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ നമുക്ക് അങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈസിലി നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 127%, 127.20% ആൻഡ് 161.80% നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ട ഇതൊരു കൺസോളിഡേഷൻ ഫേസ് കൂടി ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കണം. ഫ്രഷ് റാലി ജനറേറ്റ് ആയത് ഇവിടെ നിന്ന്. ഓക്കെ, ഇത് കണ്ടോ ഇവിടെ നിന്ന് ദെൻ വീണ്ടും ഇതിൻ്റെ സഡൻ ഇവിടെ താഴെ വരണം കൂടി ചെറിയൊരു OB കൂടി ഫൈൻഡ് ചെയ്യാനുണ്ട് ഇവിടെ ഓർഡറുള്ള പോലെ. സോ ഇതൊക്കെ സപ്പോർട്ട്സ് ലെവൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ മോർണിംഗ് നാളെ മേ ബി ചാൻസസിൻ്റെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫ്ലാറ്റ് ടു പോസിറ്റീവ് പറയാം ഈ ഒരു ഏരിയയിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വലിയ ഹ്യൂജൊന്നും ഇല്ല. അങ്ങനെ ആണെങ്കിലും എന്താ ചെയ്യുക, ഫർദർ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. ഓക്കെ, ബുള്ളിഷ് എപ്പോഴാവുക? ബുള്ളിഷ് ആവാനാണെങ്കിൽ ഈ സ്മോൾ ടൈം ഫ്രെയിം ABC കണ്ടില്ല. നമ്മൾ ABC നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചാനൽ പാറ്റേൺ ഇത് കണ്ട ചാനൽ ഫൈൻഡ് ചെയ്യും. അത് ചാനൽ ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും, ഗ്യാരൻറ്റിയാണ്. മീൻസ് ഗ്യാരൻറ്റിയിലല്ല, 90% അങ്ങനെയാണ്. ABC സ്ട്രക്ചർ 90% മീൻസ് എല്ലാ ടൈം ഫ്രെയിമിൽ മോസ്റ്റ്ലി 5 മിനിറ്റ്സ് ഓർ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എപ്പോഴും ഇൻട്രാഡേ പർപ്പസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇത് ഫോം ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേഗം ഇവിടുന്ന് ക്ലോൺ കോപ്പി എടുക്കുക ആൻഡ് ദെൻ താഴെ വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് താഴത്തെ ടാർഗറ്റ് കിട്ടുന്നത്. ABC സ്ട്രക്ചർ അങ്ങനെ പോകാറുള്ളൂ. ഓക്കെ, അങ്ങനെ പോവുള്ളൂ, അതാണ്. അപ്പോൾ ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അഭാവം ഓർ വീണ്ടും പ്രൈസ് ഇവിടെ കിട്ടാൻ റിജക്ഷൻ എടുക്കുകയും വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ 24,100 ആൻഡ് മോസ്റ്റ്ലി ഈ ചാൻസസ് ചിലപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് ടൈം എടുക്കുവാണെങ്കിൽ ഈ ഏരിയയിൽ വരാൻ ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് സഡൻ ചിലപ്പോൾ ഇവിടുന്ന് ബൗൺസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. കാരണം നിയർ എക്സാക്ട് ഓപ്പണിംഗ് ചിലപ്പോൾ ഗ്യാപ്പ് ഡൗണിൻ്റെ സപ്പോർട്ട് സോണിലായിരിക്കും. ഇത് സപ്പോർട്ട് സോണാണ് കേട്ടോ. ഓക്കെ, സോ ഇത്ര ഉള്ളൂ പറയാനുള്ളത്. വേഗം നമുക്ക് നിഫ്റ്റി കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി 3 കണ്ടോ, ഭയങ്കരമായിട്ട് കയറ്റി കിടക്കുന്നത്. ഒത്തിരി മുകളിലാണ്, ഒന്നും പറയാനൊന്നുമില്ല. നോക്കിയിരിക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നുമില്ല. റെസിസ്റ്റൻസ് ഇനി ബുള്ളിഷ് ഇതന്നെ അബവ് ആവുക. ഓക്കെ, സപ്പോർട്ട് ഈ ഒരു വിക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്ക് സപ്പോർട്ട് സോണാണ്. ഓക്കെ, സപ്പോർട്ട് ഗ്രീൻ ആൻഡ് റെസിസ്റ്റൻസ് റെഡാക്കി മാർക്ക് ചെയ്ത് വെക്കണം. ആൻഡ് ദെൻ ഈ ഒരു സപ്പോർട്ട് ഇത് ഈ ഏരിയ ഫുള്ളി സപ്പോർട്ടായിട്ട് ചിലപ്പോൾ പ്രൈസ് ഇവിടെ വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതാണ്. അത് സ്ലോലി സ്കാൽപ്പ് മാത്രം ചെയ്യാവുക. ഇവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി ഫോർ ദി ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ഇതൊന്നും ചെയ്യേണ്ട. ഐ തിങ്ക്
ആരും ഇതിനകത്ത് കൈയിടണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് സ്ട്രെച്ചാണ്, അത്രയ്ക്ക് ബുള്ളിഷാണ്. ഗ്യാപ്പ് ഡൗൺ തന്നാൽ ചിലപ്പോൾ സൈഡ് വേസ് ആക്കി കളയും അവർ. പ്രീമിയം മീറ്റിംഗ് അങ്ങനെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നില്ല. 56,000 നല്ലൊരു മേജർ നമ്പർ കൂടിയായിരിക്കുള്ളൂ. റെസിസ്റ്റൻസ് ഓക്കെ, ബ്ലൂ സ്കൈ ആണ് ഐ തിങ്ക്. മുകളിലേക്ക് ഒന്നും കാണുന്നില്ല. യെസ്, ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോറി, ഈ ഒരു ഏരിയയിൽ ഐ തിങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പ്രൈസ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇവിടെ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നത് വീണ്ടും ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് എടുക്കുന്നത്, സപ്പോർട്ട് എടുത്താൽ വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിഫ്റ്റിനെക്കാളും ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ്, ബട്ട് അൺട്രേഡബിൾ ആണ്. ദാറ്റ് മീൻസ് കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു ബാങ്ക് നിഫ്റ്റി. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഐ തിങ്ക് എത്ര ദിവസം 10 ഡേയ്സിലാണ് ഇത്ര പോയിൻറ്റ്സിൻ്റെ മൂവ് ആരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. നമുക്ക് വേഗം ഇനി സെൻസെക്സിൽ പോകാം. സെൻസെക്സ് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. നിഫ്റ്റിയുടെ മോസ്റ്റ്ലി നിഫ്റ്റിയുടെ പോലെ ആവാറുള്ളത്. ഫർദർ അപ്സൈഡ് ഇതിൻ്റെ അഭാവമാണ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്, നിഫ്റ്റിയുടെ പോലെ തന്നെ കിടക്കുന്നത്. ഇപ്പം ഓക്കെ, ഇതിൻ്റെ OBN ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇത് ഇതായി സപ്പോർട്ട് ഇന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കുള്ളൂ. സോ 2 സപ്പോർട്ടാണ് ഇതിനകത്തുള്ളത്. ഇതും ഈ ഒരു ഫുൾ സപ്പോർട്ട് സോൺ ആയിട്ടാണ്. ഇതിൻ്റെ ബിലോ പോയ 79,000 ബിലോ പോയാൽ മാത്രമേ ഫുൾ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഈസിലി കൂടുതൽ ഇവിടെ കിട്ടാൻ, ഈ ഒരു ഏരിയയിലേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാം ഗ്രീൻ ആക്കി സപ്പോർട്ട്. ഓക്കെ, ഇതും അങ്ങനെ തന്നെ സ്ട്രക്ചർ ഞാൻ പറയണ്ടല്ലോ, നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഈ ഒരു സ്ട്രക്ചർ. അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓവറോൾ സ്ട്രക്ചർ ബുളിഷാണ്. മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സ് അങ്ങനെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. സ്കാൽപ്പിംഗ് നോക്കിയിട്ട് വേണമെങ്കിൽ സ്കാൽപ്പിംഗ് ആണ്. ഓക്കെ, സ്കാൽപ്പിംഗ് ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും കൂടുതൽ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒത്തിരി ഓവർ സോൾഡുമാണ്. എല്ലാ ഇൻഡെക്സും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഓവർ സോൾഡാണ്. ബട്ട് സൈൻ ഇതുവരെ കാണുന്നില്ല, ബിയറിഷ് സൈൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, 1 hourൽ എന്തെങ്കിലും റിവേഴ്സൽ കാണിച്ചാലും മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യെസ് ഫോർ ദ നീൻ ചിലപ്പോൾ വീക്കായി എന്ന്. സോ കോഷൻ സോണിലാണ് നമ്മൾ ഇത്ര റാലി ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പറയാൻ പറ്റത്തില്ല. ക്യാപ്ചർ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ബട്ട് യെസ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ദാറ്റ് മീൻസ് ഓൺ ടോപ്പാണ്, ഓൾമോസ്റ്റ് ടോപ്പിൻ്റെ അടുത്താണ് എന്ന് പറയാം. ഫർദർ ഇവിടുന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. മാർക്കറ്റിൽ ഒരു ബാഡ് ന്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു അത് വന്നില്ലെങ്കിൽ, ഗ്ലോബലി ഓർ സംതിങ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ ഫർദർ അപ്പ് സൈഡ് ഉണ്ടാകും. ഇല്ല എന്നല്ല, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇല്ലെങ്കിൽ എത്ര നാൾ നമ്മൾ മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് ആ ഒരു ബേസിൽ മാർക്കറ്റ് ഇങ്ങനെ ഫ്ലുവൻ്റ്ലി ഇങ്ങനെ മുകളിലേക്ക് ഈസിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റൻസ് ഒന്നും കാണില്ല, ഷോർട്ട് കവറിങ് പോലെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ഫർദർ അപ്പ് സൈഡ് ഇതിൻ്റെ അഭാവം, ഡൗൺ സൈഡ് 15 minutes ടൈം പീരീഡ് നോക്കാം. ഡൗൺ സൈഡ് ഇനി അതിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ താഴെ തന്നെ. ഓക്കെ, സോ റെസിസ്റ്റൻസ് തന്നെ ഇതൊരു ഇതായി പോയിൻറ്റ്സിൻ്റെ റേഞ്ചായി, ഇത്ര പോയിൻറ്റ്സിൻ്റെ റേഞ്ചായി. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ചെയ്യുന്ന നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 1 2 3 A B C തന്നെയാണ് ഇതിനകത്തുള്ളത്. ABC സ്ട്രക്ചറാണ് അതിൻ്റെ ടാർഗറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ടു ഇങ്ങനെ ആൻഡ് ദെൻ ബോട്ടം. ഓക്കെ, സോ 137% കംപ്ലീറ്റ് ആയി. 140 നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ് അത് 12,013 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. എന്നതിൻ്റെ അബവ് പോയി കഴിഞ്ഞാൽ 12,250 വരെ പോകാനുള്ള ചാൻസസ് നമ്മുടെ ഈ ഇൻഡെക്സിൽ കാണുന്നുണ്ട്. ഓക്കെ, എത്ര വരെ ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ബിഗർ ടൈം ഫ്രെയിമിൽ. ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇൻഡെക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തു. യെസ്, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫുൾ ഡൗൺ സൈഡ് കേട്ടോ. ഈ ഒരു ലോ 11,900. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിം ഒന്നുമില്ല, മൊത്തത്തിൽ ബുള്ളിഷാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളതാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കൗണ്ട് ചെയ്യാൻ ABC 1 2 3 ആൻഡ് സി തന്നെയാണ് ഇൻ 15 minutes ടൈം ഫ്രെയിമിൽ. സിയിലാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കാം. ഓക്കെ, സോ ഫ്രം ഹിയർ ടു
ഇത് ആൻഡ് ദെൻ ബിയുടെ ലോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് എത്ര പെർസെൻറ്റാണ് 141.40% ആണ്. 161% ഇവിടെ 12,019 വരെ നമുക്ക് കിട്ടും. അങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ റെസിസ്റ്റൻസ് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ബ്ലൂ സ്കൈ ആണെങ്കിൽ മീൻസ് മുകളിലേക്ക് നമുക്ക് ഒന്നും ചാർട്ട് ഈസിലി ഒന്നും കിട്ടത്തില്ലല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടാർഗറ്റ്സ് എടുക്കുന്നത്. ഓക്കെ, വേറെ ഈ ഹ്യൂജ് ഫോൾ അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. സോ ബാക്കി വേണമെങ്കിൽ ഇത് സപ്പോർട്ട് ഇവിടെയും ഇതും ഈ രണ്ട് സപ്പോർട്ട്സ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ ഓക്കെ. ഇത് സപ്പോർട്ടായി, ഇതും സപ്പോർട്ടായി, ഈ ഒരു ഗ്യാപ്പും സപ്പോർട്ടായി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു.